ഒരു മനുഷ്യൻ്റെ മനസ്സിൽ പേടി വന്നു കഴിഞ്ഞാൽ, ഭയം വന്നു കഴിഞ്ഞാൽ, പിന്നെ അവന് പുറത്തിറങ്ങാൻ പറ്റൂല. പിന്നെ അവൻ ആരെ കണ്ടാലും എന്തായിരിക്കും? പേടിയായിരിക്കും. എന്ത് കണ്ടാലും പേടിയുണ്ടാവും. അപ്പോൾ ഇവിടെ ഹൗഫ് എന്ന് പറഞ്ഞത് ഏത് പേടിയാണ്? ഏത് തരത്തിലുള്ള പേടിയാണ്? പണ്ഡിതന്മാർ പറഞ്ഞു, യുദ്ധം മൂലമുണ്ടാകുന്ന ഭയം. രണ്ടാമത്തേത് ശത്രുവിനോടുള്ള ഭയം. അപ്പം ശത്രുവും യുദ്ധവും കാരണം ഒരു മനുഷ്യനെ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ഒരു സമൂഹത്തെ അല്ല എന്ത് ചെയ്യാം? പരീക്ഷിക്കാം. ആ പരീക്ഷണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി യുദ്ധവും ഭയവും ഒന്നും വേണ്ട. ഒരു രോഗം വരുമെന്ന് ആളുകൾ ഭയപ്പെട്ടില്ലേ? അല്ലേ? രോഗം വന്നിട്ടില്ല, പക്ഷെ രോഗം വരുമെന്ന് ആളുകൾ എന്ത് ചെയ്തു? ഭയപ്പെട്ടു. അങ്ങനത്തെ ഒരു കാലഘട്ടം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ രോഗം എനിക്ക് വരുമോ എന്ന് ഭയന്നിട്ട് ആത്മഹത്യ ചെയ്ത മനുഷ്യന്മാരുണ്ട്. ആലോചിച്ച്, കൊറോണ വരുമെന്ന് ഭയന്നിട്ട് ആത്മഹത്യ ചെയ്തവർ. അപ്പോൾ ഒരു ഭയം ഒരു മനുഷ്യനെ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം? അവനെ ഇല്ലാതാക്കുന്നിടത്തേക്ക് എത്തിച്ചേക്കാം. കടം ബാധ്യത കൊണ്ട് ആളുകളെ ഭയന്നിട്ട് ചില ആളുകൾ എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ മനുഷ്യന് പേടി വന്നു കഴിഞ്ഞാൽ, ഭയം വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ നിസ്സഹായനാണ്. അവനൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ ശേഷം പറയുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെടുത്തരുത്. നിങ്ങൾ എന്ത് ചെയ്യരുത്? ശത്രുക്കളെ അല്ലാതെ മറ്റൊരാളെയും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഭയപ്പെടുത്താൻ പാടില്ല. നമ്മുടെ കുട്ടികളെ തമാശക്ക് ഭയപ്പെടുത്താൻ പാടില്ല. നമ്മൾ തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുമ്പോൾ കൂട്ടുകാരെ, സുഹൃത്തുക്കളെ എന്ത് ചെയ്യരുത്? തമാശക്ക് പോലും എന്ത് ചെയ്യരുത്? ഭയപ്പെടുത്തരുത്. ആ ഭയം അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ അവർക്ക് വലിയ പ്രയാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ഒരു ശബ്ദം കേട്ടു. ഒരു ശക്തമായൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം പുറത്തിറങ്ങി ആ ശബ്ദത്തിൻ്റെ കാരണം എന്തെന്ന് തിരിച്ചറിഞ്ഞു. മറ്റു ജനങ്ങളൊക്കെ പുറത്തിറങ്ങുന്നതിന് മുമ്പേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടി പുറത്തിറങ്ങി. പ്രവാചകൻ എന്ത് ചെയ്യാണ്? തിരിച്ചു വരുന്നു. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഭയപ്പെടണ്ട, സമാധാനത്തിരുന്നോളൂ, ഒരു പ്രശ്നമില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എന്ത് ചെയ്തു? തൻ്റെ ജനങ്ങൾക്ക് ഭയപ്പാടുണ്ടാക്കുന്ന ഒരു ശബ്ദം പുറത്തുനിന്ന് കേട്ടപ്പോൾ ആ നാടിൻ്റെ നേതാവ് പുറത്തിറങ്ങി അതിൻ്റെ കാരണം കണ്ടെത്തി സ്വഹാബത്തിനോടും തൻ്റെ കുടുംബങ്ങളോടും എല്ലാവരോടും പറയണം, ഒന്നും പേടിക്കാനില്ല കേട്ടോ. എന്നാലോചിച്ച് നോക്ക്. അപ്പോൾ ഒരു ശബ്ദം പോലും തൻ്റെ സമൂഹത്തിന് ഭയമുണ്ടാക്കുമെന്ന് പേടിച്ച പ്രവാചകൻ എന്ത് ചെയ്യുന്നു? അതിൻ്റെ കാരണം കണ്ടെത്തി അവരെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒരാളെയും എന്ത് ചെയ്യാൻ പാടില്ല? ഭയപ്പെടുത്താൻ പാടില്ല. ഇനി ഭയം എങ്ങനെയാണ് ഉണ്ടാകണത്? കഴിഞ്ഞുപോയ കാര്യത്തെപ്പറ്റിയല്ല ഭയം ഉണ്ടാകുക. പിന്നെയോ വരാനിരിക്കുന്ന ഫ്യൂച്ചറിലെ കാര്യത്തെപ്പറ്റിയാണ് ഭയം ഉണ്ടാകുക. അത് സംഭവിക്കുമോ, എന്താകും എന്നൊരു ആകാംക്ഷയും ഒരു ഇടങ്ങേറുണ്ടാവും. ഇതാണ് ഭയം ഉണ്ടാക്കുക. അതുകൊണ്ടാണ് മരണപ്പെടാൻ പോകുന്ന വിശ്വാസികളോട് മലക്കുകൾ വന്നിട്ട് പറയുന്നത് എന്താണ്? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. അതായത് മരിക്കാൻ പോണ സമയത്ത് അവരൊരു വെപ്രാളം കാണിക്കും. വിശ്വാസികളാണെങ്കിലും ശരി, ഒരു വല്ലാത്ത വിഷമം കാണിക്കും. അപ്പോൾ മലക്കുകൾ പറയാണ്, നിങ്ങൾ പേടിക്കണ്ട. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച്, മലക്കുകൾ പോലും വിശ്വാസികളോട് മരണത്തിൻ്റെ സമയത്ത് പറയണത് എന്താണ്? നിങ്ങൾ പേടിക്കണ്ട. കാരണം നിങ്ങൾക്ക് വരാനിരിക്കുന്നത് ഇടങ്ങേറല്ല, നിങ്ങൾക്ക് വരാനിരിക്കുന്നത് പ്രയാസമല്ല. വലാ തഹ്സനൂ, നിങ്ങൾക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ദുഃഖിക്കുകയും വേണ്ട. ഒന്ന് ആലോചിച്ച്, മരിക്കണ സമയത്ത് പോലും മലക്കുകളുടെ പോലും ആശ്വാസവാക്ക് എന്താണ്? അല്ലാ തഖാഫു. അപ്പോൾ ഭയം എന്നുള്ളത് ഒരു വലിയ പരീക്ഷണമാണ്. രണ്ടാമത്തേത് വൽ ജൂ, വിശപ്പാണ്. എങ്ങനെയാണ് വിശപ്പുണ്ടാവുക? വിശപ്പുണ്ടാകുന്നത് ദാരിദ്ര്യത്തിലൂടെയാണ്. ഒരാൾക്ക് ദാരിദ്ര്യം ബാധിക്കുക, അതിലൂടെയാണ് ഒരാൾക്ക് എന്തുണ്ടാവുക? വിശപ്പുണ്ടാവുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ. ഫഖറിനെ എന്തിനോടാണ് ചേർത്തി പറഞ്ഞത്? കുഫ്റിനോടാണ്. ഒരു മനുഷ്യൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ആധിക്യം ഒരു മനുഷ്യൻ എവിടെ എത്തിക്കാം? കുഫ്റിലെത്തിക്കാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഫ്റിൽ നിന്ന് അഭയം തേടിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്തിനെ തൊട്ട് അഭയം തേടി? ഫഖർ, ദാരിദ്ര്യത്തെ തൊട്ട് എന്ത് ചെയ്തു? അഭയം തേടി. നമുക്കറിയാം, നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമുക്കതിന് ഉദാഹരണം എടുത്തു പറയാൻ കഴിയുന്നൊരു ജനത നമ്മുടെ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ആ ജനതക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം കൊണ്ട് യുദ്ധത്തിൻ്റെ ഭീതി കൊണ്ടവരെ പരീക്ഷിച്ചു.
ദാരിദ്ര്യത്തിൻ്റെ, വിശപ്പിൻ്റെ പരീക്ഷണം കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിച്ചു. ഒരു ഭാഗത്ത് ആകാശത്ത് നോക്കുമ്പോൾ യുദ്ധം നടക്കുന്നു, അല്ലേ? താഴെ നോക്കിയാൽ അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല. ഒരു വല്ലാത്ത പരീക്ഷണത്തിലൂടെയാണ് അള്ളാഹു അവരെ എന്ത് ചെയ്തത്? കൊണ്ടുപോയത്. അള്ളാഹു അവർക്ക് സമാധാനം നൽകുമാറാകട്ടെ. അപ്പോൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, അള്ളാഹു 2 കാര്യങ്ങളിൽ കുറച്ച് നിങ്ങളെ പരീക്ഷിക്കും. ഖൗഫിൽ നിന്ന് എന്ത് ചെയ്യും? ബിഷൈഇൻ. ജൂഇൽ നിന്ന് ബിഷൈഇൻ. പണ്ഡിതന്മാർ പറഞ്ഞു, എന്തുകൊണ്ടാണ് അവിടെ ബിഷൈഇൻ എന്ന് പറഞ്ഞത്? അള്ളാഹു അവിടെ അഷിയ എന്ന് പറഞ്ഞില്ല. ഷെയ്ഇൻ്റെ പ്ലൂറലാണ് അഷിയ, ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ അള്ളാഹു പറഞ്ഞില്ല. എന്തുകൊണ്ട്? അള്ളാഹു ഒരു മനുഷ്യനെ മൊത്തത്തിൽ അങ്ങോട്ട് പേടിപ്പിച്ചില്ലാതാക്കൂല. അതിൽ കുറച്ചുകൊണ്ടേ അള്ളാഹ് എന്ത് ചെയ്യുള്ളൂ? പരീക്ഷിക്കുള്ളൂ. അത് തന്നെ ധാരാളമാണ് ഒരു മനുഷ്യനെ പരീക്ഷിക്കാൻ. അപ്പോൾ അവിടെ അഷിയ എന്ന് പറയാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ബിഷൈഇൻ, കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു നിങ്ങൾ എന്ത് ചെയ്തു? പരീക്ഷിച്ചു. ഇനി നോക്കൂ, ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ബിഷൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് എന്ന് പറഞ്ഞാൽ ഐ ബിഖലീലിൻ മിൻ ദാലിക്, അതിൽ കുറച്ചല്പം മാത്രം കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണത്? പരീക്ഷിക്കുന്നത്. അപ്പോൾ ഖൗഫിൻ്റെ ഒരു വലിയ ആധിക്യം കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിച്ചാലോ നമുക്ക് താങ്ങാൻ കഴിയൂല. വിശപ്പിൻ്റെ ഒരു ആധിക്യം കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചാലോ നമുക്ക് താങ്ങാൻ കഴിയൂല. അപ്പം അള്ളാഹു ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുള്ളൂ? അള്ളാഹു പരീക്ഷിക്കുകയുള്ളൂ. പിന്നീട് അള്ളാഹ് പറഞ്ഞു, വനഖ്സിം മിനൽ അംവാൽ, സമ്പത്തിൽ നിന്ന് കുറവ് വരും. എങ്ങനെ സമ്പത്തിൽ നിന്ന് കുറവ് വരിക? കച്ചവടം ചെയ്യുമ്പോൾ ബിസിനസ് ലോസ്റ്റാവും, സമ്പത്ത് നഷ്ടം വരും. അങ്ങനെ ഒരാൾക്ക് സമ്പത്തിൽ എന്തു വരാം? കുറവ് വരാം. ഇപ്പം സാമ്പത്തിക മേഖലയിൽ അള്ളാഹ് എന്ത് ചെയ്യും? നമ്മളെ പരീക്ഷിക്കും. ഇനി നോക്കൂ, വൽ അൻഫുസ്, ദേഹം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരത്തിൽ എന്തു ചെയ്യും? കുറവ് വരുത്തും. ശരീരത്തിൽ കുറവ് വരുത്തുക എന്ന് പറഞ്ഞാൽ മരണം സംഭവിക്കാം, രോഗം സംഭവിക്കാം, അപകടങ്ങൾ സംഭവിക്കാം, ശരീരത്തിൻ്റെ അവയവങ്ങൾ മുറിഞ്ഞു പോകാം. ശരീരത്തിൻ്റെ അവയവങ്ങൾ അറ്റുപോയ ആളുകൾക്ക് ഈ ആയത്തൊരാശ്വാസമാണ്. രോഗം ബാധിക്കപ്പെട്ട് ശരീരത്തിന് കേടുപാടുകൾ സംഭവിച്ചവർ, ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ കേടായവർ, അവർക്കൊരാശ്വാസമാണ്. അതേപോലെ തന്നെ രോഗം ബാധിച്ച് മരണപ്പെട്ടവർ, അവർക്കൊരാശ്വാസമാണ്. അള്ളാഹ് പറയുന്നത് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. പിന്നീട് പറഞ്ഞു വസ്സമറാത്ത്, കായ്ക്കനികളിൽ കുറവ് വരുത്തും. കൃഷി ചെയ്ത കർഷകൻ കാത്തിരിക്കുന്നത് എന്തായിരുന്നു? നല്ലൊരു വിളവെടുപ്പാണ്. പക്ഷേ അതെന്ത് ചെയ്തു? ഒരു ശക്തമായ കാറ്റിലോ മഴയിലോ വെള്ളപ്പൊക്കത്തിലോ നശിച്ചു പോയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് സബബുകൾ, മറ്റ് കാരണങ്ങൾ കൊണ്ട് അതെന്ത് ചെയ്തിട്ടുണ്ടാവും? നശിച്ചു പോയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ കൃഷി ചെയ്ത കൃഷിയിൽ എന്തു സംഭവിക്കും? അല്ലെങ്കിൽ കായ്ക്കനികൾ, ഫലങ്ങളിൽ എന്തു സംഭവിക്കും? നഷ്ടം സംഭവിക്കും. ഇതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക എന്താണ്? ഇതാണ്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭയം, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? നിർഭയത്വം, സമാധാനം. പട്ടിണി, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഭക്ഷണം കഴിക്കുക, ആഹാരം കഴിക്കുക, അല്ലേ? സമ്പത്തിൽ കുറവ് വരാതിരിക്കുക, ശരീരത്തിലോ ദേഹങ്ങളിലോ ഒരു കുറവും വരാതിരിക്കുക, ഫലങ്ങളിൽ, ഫ്രൂട്ട്സുകളിൽ, കായ്ക്കനികളിൽ ഒരു കുറവും വരാതിരിക്കുക. അപ്പം നമുക്ക് ഒരു നല്ലൊരു ജീവിതമാണ് കിട്ടുന്നത്. അതിൽ നിന്ന് അള്ളാഹ് എന്ത് ചെയ്യും? ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ അവിടെ ഇവിടേക്ക് ഇട്ട് റബ്ബ് എന്ത് ചെയ്യും? നമുക്ക് തരും. അത് ഉറപ്പാണ്. ഇത് അള്ളാഹ് ഉറപ്പിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരു പരീക്ഷണ ജീവിതത്തിലേക്ക് വന്നാൽ ഈ ആയത്ത് ഓർത്താൽ മതി. ഇത് അള്ളാഹ് പറഞ്ഞതാണ്. ചില ആളുകൾക്ക് സമ്പത്തിലായിരിക്കും, ചില ആളുകൾക്ക് ശരീരത്തിലായിരിക്കും, ചില ആളുകൾക്ക് അവരുടെ കായ്ക്കനികളിലായിരിക്കും, ചില ആളുകൾക്ക് അവർക്ക് വിശപ്പായിരിക്കും. ഓരോരുത്തർക്കും ഓരോ രൂപത്തിൽ അള്ളാഹ് എന്ത് ചെയ്യും? പരീക്ഷിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അള്ളാഹ് പറയുകയാണ്, ഒരു വിഭാഗം ആളുകൾക്ക് ഹാപ്പിയാകാം. ആരാണവർ? വബശ്ശിരി സ്വാബിരീൻ. അവർ ഈ പരീക്ഷണമൊക്കെ ഉണ്ടാകുമ്പോഴും അവരെന്ത് ചെയ്യണം? പരീക്ഷിക്കപ്പെട്ടല്ലോ, ഇടങ്ങേറായാലോ എന്ന് വിഷമിച്ചിരിക്കുകയല്ല, പിന്നെയോ സമാധാനിക്കാം, അവർക്ക് സന്തോഷിക്കാം. ആർക്കാണ്? സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക്. അവിടെ അള്ളാഹ് പറഞ്ഞു വബശ്ശിർ, ബശ്ശറ യുബശ്ശിറു തബ്ശീർ. എന്താണ്?
ബഷറ യുബഷിറു തബ്ഷീർ. അതുകൂടി ഒന്ന് എഴുതണം. ബഷറ, ബഷറ യുബഷിറു തബ്ഷീർ. തബ്ഷീർ എന്താണ് ബഷീർ എന്നൊക്കെ പറഞ്ഞാൽ? ബഷീർ നമ്മൾ പേരിടൂലേ? ബഷീർ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ്, അറിയിക്കുന്നവനെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അള്ളാഹ് പറഞ്ഞില്ലേ, ഇന്നാ അർസൽനാക ബഷീറൻ വനദീറൻ, മുബശ്ശിറൻ വനദീറൻ. ചില സ്ഥലത്ത് മുബശ്ശിർ എന്ന് പറഞ്ഞു, ചില സ്ഥലത്ത് എന്ത് ചെയ്തു? ബഷീറൻ എന്ന് പറഞ്ഞു. സന്തോഷ വാർത്ത അറിയിക്കുന്നവനെന്നാണ്. അതിനെപ്പറ്റിയും പണ്ഡിതന്മാർ പറഞ്ഞു, എങ്ങനെയാണ് ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നതെന്നറിയോ? ഒരാൾ മറ്റൊരാളിലേക്ക് ഒരു കാര്യം അറിയിച്ചുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നതിനാണ് എന്ത് പറയുക? ബഷറ എന്ന് പറയുക. ഒരാൾ പോയിട്ട് വേറൊരാളോട് പോയിട്ട് ഒരു കാര്യം പറയുന്നു, അതിലൂടെ അയാൾക്ക് എന്തുണ്ടാകുന്നു? സന്തോഷം ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ ഒരാൾ മറ്റൊരാളെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കേണ്ടത്? പരീക്ഷിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ അടുക്ക പോയിട്ട് എന്തു പറയണം? അയാളെ സമാധാനിപ്പിക്കണം, അയാളെ ആശ്വസിപ്പിക്കണം. ക്ഷമിക്കുക കേട്ടോ, നിങ്ങൾക്ക് എന്തുണ്ട്? റബ്ബിൻ്റെ അടുക്കൽ നിന്ന് എന്ത് കിട്ടും? പ്രതിഫലം കിട്ടും. നിങ്ങൾ ക്ഷമിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരും. അപ്പോൾ ഈ പരീക്ഷിക്കപ്പെട്ട മനുഷ്യൻ്റെ അടുക്ക പോയിട്ട് പറയേണ്ടത് എന്താ? നിങ്ങൾക്ക് എന്തുണ്ട്? ഇതിൽ ക്ഷമിച്ചാൽ അള്ളാഹ് സ്വർഗം തരും, അള്ളാഹു പ്രതിഫലം തരും. അപ്പോൾ പരീക്ഷിക്കപ്പെട്ട് പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് ഈ ഒരു സന്തോഷ വാർത്തയുമായി പോകേണ്ടവരാണ് ആര്? വിശ്വാസികളായ സഹോദരങ്ങൾ. അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിലേക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് വിശദീകരിക്കുമ്പോൾ നമുക്ക് പറയാം. ഇനി ഈ 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഖൗഫ്, ജൂഅ്, നഖ്സും മിനൽ അംവാൽ വൽ അൻഫുസ് വസ്സമറാത്ത്. ഇതിന് വേറൊരു വിശദീകരണം കൂടിയുണ്ട്. ആ വിശദീകരണം കൂടി നമുക്കൊന്ന് നോക്കാം. ചില മുഫസ്സിറുകൾ, ചില പണ്ഡിതന്മാർ ഇതിന് കൊടുത്ത തഫ്സീർ ഇങ്ങനെയാണ്. ഇവിടെ ഖൗഫ് എന്ന് പറഞ്ഞാൽ ഖൗഫുള്ള, അള്ളാഹിനോടുള്ള പേടിയാണ്. ചിലപ്പോൾ അള്ളാഹിനോടുള്ള പേടി കൊണ്ട് അള്ളാഹ് എന്ത് ചെയ്യും? പരീക്ഷിക്കാം. അതായത് പടച്ച റബ്ബിൻ്റെ അടുക്കലേക്ക് എത്തിയാൽ എന്താകും എന്ന ഒരു പേടി ഒരു മനുഷ്യനെ എന്തു ചെയ്യും? അലട്ടും. അതാണ് ഇവിടെ പറഞ്ഞ ഖൗഫ് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചു. വൽ ജൂഅ് എന്ന് പറഞ്ഞാൽ സിയാമു റമളാൻ, റമളാൻ മാസത്തിലെ നോമ്പിൻ്റെ സമയത്ത് നമ്മൾ എന്തനുഭവിക്കുന്നുണ്ട്? പട്ടിണി, വിശപ്പ് അനുഭവിക്കുന്നുണ്ട്. ഇനി വനഖ്സിൻ മിനൽ അംവാൽ എന്ന് പറഞ്ഞത് അസ്സക്കാത്ത്, വർഷത്തിൽ നമ്മുടെ സമ്പത്തിൽ നിന്ന് 2.5 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറവ് വരുത്തുന്നുണ്ട്. ആ കുറവ് നമ്മൾ എന്ത് ചെയ്യാണ്? എടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അപ്പോൾ ആ 2.5 നമ്മുടെ വലിയൊരു എമൗണ്ട് ഉള്ള ഒരാളുടെ കയ്യിൽ നിന്നാണെങ്കിൽ എന്ത് ചെയ്യും? അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ടാവും. അപ്പോൾ ആ സമ്പത്തിൽ നിന്ന് എന്ത് വന്നു? കുറവ് വന്നു. വൽ അൻഫുസ്, ദേഹങ്ങളിൽ കുറവ് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗം വരിക എന്നാണ്, രോഗങ്ങൾ വരിക. വസ്സമറാത്ത്, കായ്ക്കനികളിൽ കുറവ് വരിക എന്ന് പറഞ്ഞാൽ ചിലർ പറഞ്ഞു അൽ ഔലാദ്, മക്കളെ തന്നിട്ട് ആ മക്കൾ അള്ളാഹ് എന്ത് ചെയ്യും? തിരിച്ചെടുക്കും. അവിടെ സമറാത്ത് എന്ന വാക്കിന് മക്കളെന്ന് തഫ്സീർ ചെയ്യാൻ ചില കാരണങ്ങളുണ്ട്. കാരണം ഹദീസിൽ ചില ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അള്ളാഹു മലക്കുകളോട് ചോദിക്കുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയാം. അപ്പോൾ നോക്ക്, ഇങ്ങനെ ഒരു തഫ്സീർ കൊടുക്കാൻ കാരണം എന്താണ്? ഭൗതികമായി പല വിഭവങ്ങളിൽ അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. പക്ഷേ ഇത് മതപരമായ രൂപത്തിൽ, ആത്മീയപരമായ രൂപത്തിൽ ഒരു വിശ്വാസി അള്ളാഹുൽ വിശ്വസിക്കുകയും പരലോകത്തിൽ വിശ്വസിക്കുകയും ചെയ്താലും അവൻ എന്തുണ്ടാകും? പരീക്ഷണം ഉണ്ടാവും. ഒരു മനുഷ്യൻ അള്ളാഹനെ ഭയപ്പെടുമ്പോൾ അതൊരു പരീക്ഷണമാണ്. ഒരു മനുഷ്യൻ അവൻ്റെ റമളാൻ മാസത്തിലെ നോമ്പിൻ്റെ ആ സമയത്ത് അവൻ്റെ ശരീരത്തെ എന്ത് ചെയ്യുന്നു? വിശപ്പ് സഹിച്ച് പട്ടിണിക്കിട്ട് പരീക്ഷിക്കുന്നു. ഇതും ഒരു പരീക്ഷണമാണ്. ഇങ്ങനെയും ഒരു തഫ്സീർ എന്ത് ചെയ്തിട്ടുണ്ട്? പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും അസഹായ, ഏറ്റവും ശരിയായ തഫ്സീർ ഏതാണ്? ആദ്യം പറഞ്ഞ തഫ്സീറാണ്. അള്ളാഹു പട്ടിണി കൊണ്ടും ഭയം കൊണ്ടും ഒക്കെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞ ആ തഫ്സീറാണ് ഏറ്റവും ശരിയോട് യോജിച്ചത്. എന്നാൽ ഇങ്ങനെയും ചില തഫ്സീറുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പരീക്ഷിക്കുമ്പോൾ
പരീക്ഷിക്കുമ്പോൾ അള്ളാഹ് പറയുകയാണ്, അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, അല്ലദീന യാതൊരുവർ, ആരാണവർ? ഇദാ അസ്വാബത്തുഹും അവർക്ക് ബാധിച്ചാൽ, അസ്വാബ യുസീബു ഇസ്വാബത്തൻ, ആ വാക്ക് നമ്മൾ എഴുതിയിട്ടില്ല, അത് നമുക്കൊന്ന് എഴുതണം. ഇദാ അസ്വാബത്തുഹും അവർക്ക് ബാധിച്ചാൽ മുസീബ, മുസീബ എന്ന് പറഞ്ഞാൽ എന്താ? പ്രയാസം, പരീക്ഷണം എന്നൊക്കെയാണ്. നമ്മൾ സാധാരണ മുസീബത്ത് എന്ന് പറയുമ്പോഴേ ചില ആളുകൾ ഉദ്ദേശിക്കാറില്ലെന്ന് അറിയോ, മുസീബത്ത് എന്ന് പറഞ്ഞാൽ ഒരു എടങ്ങേറ് പിടിച്ചൊരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ മാത്രമാണ് മുസീബത്ത് എന്ന് പറയാറുള്ളത്. അല്ല, മുസീബത്ത് എന്ന വാക്കിന് പരീക്ഷണമെന്നും പ്രയാസമെന്നും ദുഃഖമെന്നും എല്ലാ അർത്ഥം പറയും മുസീബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ മരണത്തെപ്പറ്റി പറഞ്ഞെന്താ? നിങ്ങൾക്കാർക്കെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി പറയാണ്, ഫദ്കുർ, നിങ്ങൾ ഓർക്കണം, ബിമുസീബത്തി, എന്നെക്കൊണ്ടുണ്ടായ മുസീബത്ത് നിങ്ങൾ ഓർക്കണം, എന്നെക്കൊണ്ടുണ്ടായ മുസീബത്ത് നിങ്ങൾ ഓർക്കണം. അപ്പം നബീനെ കൊണ്ടുണ്ടായ മുസീബത്ത് എന്താ? നബിയുടെ മരണമാണ് ആ മുസീബത്ത്. ഒരു പള്ളിയിൽ ഒരാൾ മരണപ്പെട്ട അയാളുടെ മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പള്ളിയിൽ ഇമാമ് ഈ ഹദീസ് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാകുന്ന മുസീബത്തിനെ നാം ഓർക്കണമെന്ന് പറഞ്ഞു. കാരണം അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടവർ, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മരണങ്ങളെയൊക്കെ നമുക്ക് എന്തായി കാണാൻ പറ്റും? കുറച്ച് ലഘൂകരിച്ച് കാണാൻ പറ്റും. കാരണം അതിൽ വ്യസനിച്ച് ദുഃഖിച്ച് പ്രയാസപ്പെട്ട് നിൽക്കണ മനുഷ്യൻ ആരുടെ മരണത്തെപ്പറ്റി ഓർക്കണം? റസൂലിൻ്റെ മരണത്തെപ്പറ്റി ഓർക്കണം. അവിടെ ഹദീസിലുള്ള മുസീബത്തി ബി എന്നാണ്, നബിയുടെ മരണത്തെ കൊണ്ടെന്നാണ്, നബിയുടെ മുസീബത്ത് കൊണ്ട്. ഈ വാക്ക് പറഞ്ഞപ്പോൾ ചില ആളുകൾ സംശയം ചോദിച്ചു, അങ്ങനെ നബിയുടെ മരണത്തെ മുസീബത്ത് എന്ന് പറയാൻ പറ്റുമോ? കാരണം ആളുകൾ വിചാരിച്ചിരിക്കുന്നത് എന്താണ്? മുസീബത്ത് എന്ന് പറഞ്ഞാൽ എന്തോ ശിക്ഷയെന്നാണ്. ആളുകളുടെ ധാരണ മുസീബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ശിക്ഷ, ഒരടങ്ങേറ്. അപ്പം നബിയുടെ മരണത്തെപ്പറ്റി അങ്ങനെ പറയാൻ പറ്റുമോ? മുസീബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഏതൊരു പ്രയാസം നമുക്ക് നേരിട്ടാലും അതൊക്കെ എന്താണ്? മുസീബത്താണ്. അപ്പോൾ അവിടെ പ്രവാചകൻ്റെ മരണത്തെപ്പറ്റിയും ഹദീസിൽ വന്നെന്താണ്? മുസീബത്ത്, അതൊരു പ്രയാസമാണ്. അപ്പം നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ? ഈ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കുന്ന മരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം. ആ മരണത്തെ നിങ്ങൾ ഓർക്കണം. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ, എന്തെങ്കിലും പരീക്ഷണങ്ങൾ നമ്മൾ നേരിട്ടാൽ, അപ്പം നമ്മുടെ പ്രയാസം എന്തായി തോന്നും? ചെറുതായി തോന്നും. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്നുള്ളത് സ്വഹാബത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. നബി ഇല്ലാത്ത മദീനയെപ്പറ്റി ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തത്? മദീന, പ്രവാചകനില്ലാത്ത മദീനയിൽ ഞാനില്ല എന്ന് പറഞ്ഞ് നാട് വിട്ടത്. കാരണം ഇനി എൻ്റെ ജീവിതത്തിൽ പ്രവാചകൻ്റെ ഓർമ്മകൾ എന്നെ മദീനയിൽ ജീവിപ്പിക്കാൻ സമ്മതിക്കില്ല. അത്രയും വിഷമം കൊണ്ട് അദ്ദേഹം നാട് വിടുകയാണ്. പല സ്വഹാബികൾക്ക് പ്രവാചകൻ്റെ മരണം താങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരേണ്ടി വന്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിക്കാൻ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ. അപ്പം നോക്കൂ, ആ പ്രവാചകൻ്റെ മരണം ഓർക്കുമ്പോൾ മറ്റുള്ളവരുടെ വിഷമങ്ങളൊക്കെ എന്താവും? ഒന്ന് കുറക്കാൻ കഴിയും. ഇനി നോക്കൂ, അസ്വാബ എന്താണ്? അസ്വാബ എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസം ബാധിക്കുന്നതിനാണ് അസ്വാബ എന്ന് പറയുക. അസ്വാബ യുസീബു, അസ്വാബത്തുഹും മുസീബ, അവർക്ക് മുസീബത്ത് ബാധിച്ചാൽ അവരെന്തു പറയും? ഖാലൂ, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്കൊരു പ്രയാസം ബാധിച്ചാൽ അവരെന്താ പറയുക? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആരാണവർ? അവരെപ്പറ്റി അല്ലാഹ് അടുത്ത ആയത്തിൽ പറയുന്നു, ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ. അങ്ങനെയുള്ള ആളുകളുടെ മേൽ സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ, അള്ളാഹുവിൻ്റെ സ്വലാത്തും അതേപോലെ തന്നെ റഹ്മത്തും അവർക്ക് അള്ളാഹു അവരുടെ മേൽ ഇറക്കി കൊടുക്കുന്നതാണ്. അവരുടെ മേൽ അള്ളാഹിൻ്റെ സ്വലാത്തും റഹ്മത്തും ഉണ്ടാവും. മാത്രമല്ല വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് സന്മാർഗം പ്രാപിച്ചവർ. 3 കാര്യങ്ങൾ പറഞ്ഞു. അവർക്ക് അള്ളാഹിൻ്റെ സ്വലവാത്തുണ്ട്, അവരുടെ റഹ്മത്തുണ്ട് അള്ളാഹിൻ്റെ, പിന്നെന്തുണ്ട്? അള്ളാഹുവിൻ്റെ സന്മാർഗത്തിലേക്ക് അവരെത്തും.
എന്തുകൊണ്ട്? പ്രയാസങ്ങൾ ബാധിച്ചാൽ അവരെന്തു പറയും? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് നമ്മളിപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുന്നതിന് നമ്മൾ എന്താ പറയുക? ബസ്മല എന്നാണ് പറയുക. എന്താണ് ബസ്മല? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണതിനോ ഇസ്തിആദ എന്നാണ് പറയുക. ഇസ്തിആദ. ബിസ്മില്ല എന്ന് പറയണതിനോ തസ്മിയ എന്നാണ് പറയുക. അള്ളാൻ്റെ നാമം ചൊല്ലുന്നു. സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുന്നതിനോ തസ്ബീഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നതിനോ തഹ്ലീൽ. അല്ലാഹു അക്ബറിനോ തക്ബീർ. അൽഹംദുലില്ലാഹ്ക്കോ തഹ്മീദ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്ക്കോ ഹൗഖല. എന്താണ് ഹൗഖല? അത് നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊനോ ഇസ്തിർജാ. എന്താണ് ഇസ്തിർജാ എന്നാണ് പറയുക. ഓക്കെ, അതൊന്ന് എഴുതണം. ഇസ്തിർജാ. ഇസ്തിർജാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇസ്തിർജാ. അപ്പോൾ ഒരു വിശ്വാസി അവന് പ്രയാസങ്ങളുണ്ടായാൽ, എന്ത് പ്രയാസം ഉണ്ടായാലും ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞൂടെ? സമ്പത്തിൽ കുറവ് വരിക, കയ്യിൽ നിന്ന് കുറച്ച് പൈസ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. എന്തു പറയണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു ബിസിനസ് ലോസ്റ്റായി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ ആകെ പറയാൻ പഠിച്ചപ്പോഴാണ് ആരെങ്കിലും മരിച്ചാൽ മാത്രം പറയണ സാധനമായിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊനെ മാറ്റി. അല്ല, അതാരെങ്കിലും മരിച്ചാൽ മാത്രം പറയണതല്ല. ഒരു അപകട വാർത്ത കേട്ടു, ഒരാൾ ആക്സിഡൻ്റായി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളെന്താ പറയുക? അയാൾ ആക്സിഡൻ്റേ ആയിട്ടുള്ളൂടാ, അയാൾ മരിച്ചിട്ടൊന്നുമില്ല, നീ ഇപ്പോഴും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞ് എന്താ ചോദിക്കും അല്ലേ? അത് പറഞ്ഞ് മരിപ്പിക്കേണ്ടെന്നാ പറയുക. യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് കുറവ് വന്നോ അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അള്ള തന്ന ഒരു അനുഗ്രഹത്തിൽ അള്ള കുറവ് വരുത്തിയെങ്കിൽ ഒരു വിശ്വാസി എന്തു പറയണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇന്നാ ലില്ലാഹിയുടെ അർത്ഥം എന്താ? മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ കൊടുത്ത വാക്ക് ഞാനിങ്ങനെ അതിൻ്റെ വിശദീകരണം ഞാൻ വായിക്കാം. മഅന ഇന്നാ ലില്ലാ. ഇന്നാ ലില്ലാ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും നാം, ലില്ലാഹി അള്ളാഹുവിനാകുന്നു എന്ന് പറഞ്ഞാൽ നഹ്നു അബീദുല്ലാ നമ്മൾ അള്ളാൻ്റെ അടിമകളാണ്. യഫ്അലു ബിനാ മാ യശാ അള്ള ഉദ്ദേശിക്കുന്നത് പോലെ നമ്മളെ കൊണ്ട് അള്ള എന്ത് ചെയ്യും? പ്രവർത്തിക്കും. അള്ള ഉദ്ദേശിക്കുന്നത് പോലെ എന്ത് ചെയ്യും? നമ്മളെ കൊണ്ട് അള്ള പ്രവർത്തിക്കും. കാരണം എന്താ? നമ്മൾ ആരാണ്? നഹ്നു അബീദുൻ ലഹു, അള്ളാഹുവിൻ്റെ അടിമയാണ്. അപ്പം ഈ വിശ്വാസം ആദ്യം ഉണ്ടാകണം. എന്ത് പരീക്ഷണം വരുമ്പോഴേക്കും ഇന്നാ ലില്ലാഹ്, നമ്മൾ അള്ളാൻ്റെ അടിമകളാണ്. അള്ള നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യണത് നമുക്ക് അറിയില്ല, അള്ളാഹു നമ്മളെ കൊണ്ട് ചെയ്യും, പരീക്ഷിക്കും. പിന്നെയോ വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവനിലേക്കാണ് നമ്മൾ മടങ്ങിപ്പോകുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? നഹ്നു മുഖിറൂന ബിൽ ബഅസ്, ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ റബ്ബിലേക്ക് എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. വൽ ജസാഇ അലാ അഅമാലിന, ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങൾക്കുണ്ടായ പ്രയാസങ്ങളിലും ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? പ്രതിഫലം കിട്ടും. വസ്സവാബി അലാ സബരിന, ഞങ്ങൾ ഈ ക്ഷമിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് അള്ളാൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ നമ്മുടെ മനസ്സിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുമ്പോൾ ഞാൻ അള്ളാൻ്റെ അടിമയാണ് എന്ന് അടിയുറച്ച് ആദ്യം വിശ്വസിക്കണം. അള്ളാഹുവിനുള്ളവനാണ് ഞാൻ, ആ അള്ളാഹുവിലേക്ക് ഞാൻ മടങ്ങിപ്പോകുമെന്നും ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്നും ഞാൻ ക്ഷമിച്ച ക്ഷമക്ക് പ്രതിഫലമുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇത് മനസ്സറിഞ്ഞ് പറയണം. മറ്റേത് നമ്മൾ എന്താണ്? മെക്കാനിക്കൽ പ്രോസസ്സാണ്, യാന്ത്രികമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പക്ഷേ ഇത് മനസ്സറിഞ്ഞ് പറയണം. അങ്ങനെ മനസ്സറിഞ്ഞ് പറഞ്ഞവൻ്റെ മനസ്സിനെ എന്ത് കിട്ടുള്ളൂ? ഈ വാക്കുകൊണ്ട് സമാധാനവും ശാന്തിയും കിട്ടുള്ളൂ.
ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ പല സംഭവങ്ങളും ഹദീസുകളിൽ കാണാൻ പറ്റും. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരു ഭാര്യയാണ്. ഉമ്മു സലമയെ ആദ്യം വിവാഹം കഴിച്ചിരുന്നത് ആരാണ്? അബൂ സലമയാണ്. അബൂ സലമ. അപ്പം അബൂ സലമ മരണപ്പെട്ടു. അപ്പോൾ ഉമ്മു സലമക്ക് അങ്ങേയറ്റം പ്രയാസം ഉണ്ടായി എന്നാണ്. അപ്പം ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ആ പ്രാർത്ഥന പഠിച്ച അബൂ സലമ എന്ത് ചെയ്തു? വീട്ടിൽ വന്ന് ഉമ്മു സലമയെയും പഠിപ്പിച്ചു കൊടുത്തു. അബൂ സലമ മരണപ്പെട്ടപ്പോൾ ആ പ്രാർത്ഥന കൊണ്ട് ഉമ്മു സലമ എന്ത് ചെയ്തു? റബ്ബിനോട് പ്രാർത്ഥിച്ചു എന്നാണ്. അങ്ങനെയാണ് ഒരു ഹദീസ് ഉള്ളത്. ആ ഹദീസ് ഞാനൊന്ന് വായിക്കാം. അതാനി അബൂ സലമ യൗമൻ മിൻ ഇൻദി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഉമ്മു സലമ പറയാണ്, ഒരിക്കൽ അബൂ സലമ എൻ്റെ അടുക്കലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ലഖദ് സമിഅ്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലൻ സുർതു ബിഹി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കൊരു ഖൗല് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? സന്തോഷിച്ചു. ഖാല, എന്താണത്? ലാ യുസീബു അഹദം മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കൊരാൾക്ക് പ്രയാസം ബാധിക്കുന്നില്ല. മുസീബത്തുൻ ഫയസ്തർജിഉ ഇൻദ മുസീബത്തിഹി, അവൻ്റെ മുസീബത്ത് ബാധിക്കുന്ന സമയത്ത് അവൻ ഇസ്തിർജാ നടത്തുക എന്നത്. സുമ്മ യഖൂൽ, പിന്നീട് പറഞ്ഞു, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലി ഖൈറം മിൻഹാ. ആദ്യം എന്ത് പറയണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് പിന്നെ എന്ത് പറയണം? അല്ലാഹുമ്മ അജുർനി ഫീ മുസീബത്തി. ഇമാം മുസ്ലിമിൻ്റെ ഹദീസിൽ കാണാം, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബത്തി. അല്ലാഹു എനിക്ക് ബാധിച്ച പ്രയാസത്തെ നീ എനിക്ക് എന്തു തരണം? പ്രതിഫലം തരണം. വഅഖ്ലിഫ് ലി ഖൈറം മിൻഹാ, എനിക്ക് അതിനേക്കാൾ നല്ലതിനെ എന്ത് ചെയ്യണം? പകരം തരണം. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവനത് എന്തു ചെയ്യും? കിട്ടുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവന് പ്രതിഫലവും കിട്ടും, കിട്ടിയതിനേക്കാൾ നല്ലത്, നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലത് അള്ളാഹു തിരിച്ചു കൊടുക്കും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് എപ്പോഴാണ്? അബൂ സലമ മരിച്ചപ്പോഴാണ്. എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തു, മിൻ ഐന ലി ഖൈറും മിൻ അബീ സലമ, എനിക്ക് അബൂ സലമയേക്കാൾ വലിയ നല്ലൊരു മനുഷ്യൻ വേറെ ആരെ കിട്ടും ഈ നാട്ടിൽ? കാരണം അത്രയും നല്ല മനുഷ്യനായിരുന്നു ആര്? അബൂ സലമ. അബൂ സലമ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമയുടെ അടുക്കിലേക്ക് വന്നു എന്നാണ്. എന്നിട്ട് അബൂ സലമയുടെ കണ്ണ് തുറന്നിരിക്കുകയായിരുന്നു. അബൂ സലമയുടെ കണ്ണ് തുറന്നിരിക്കുകയായിരുന്നു. കാരണം എല്ലാവരും അദ്ദേഹം മരിച്ചതിൻ്റെ വെപ്രാളത്തിൽ കണ്ണടച്ചു കൊടുക്കാൻ വിട്ടുപോയി. പ്രവാചകൻ അബൂ സലമയുടെ കണ്ണടച്ചു കൊടുത്തു. എന്നിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, അല്ലാഹു അബൂ സലമക്ക് പുറത്തു കൊടുക്കണം, അദ്ദേഹത്തോട് കാരുണ്യം ചൊരിയണം. അല്ലാഹുമ്മ നവ്വിർ ഖബറഹു, അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കണം. അദ്ദേഹത്തിൻ്റെ ഖബർ പ്രകാശമുള്ളതാക്കണം. വവസ്സിഅ ഖബറഹു, ഖബർ വിശാലമുള്ളതാക്കണം. 2-3 കാര്യങ്ങൾ ചോദിച്ചു. പുറത്തു കൊടുക്കണം, ഖബർ വിശാലമാക്കണം, ഖബർ പ്രകാശമുള്ളതാക്കണം. എന്നിട്ട് അബൂ സലമയോട് പറഞ്ഞു, ഉമ്മു സലമയോട് പറഞ്ഞു, ഉമ്മു സലമ നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബത്തി വഖ്ലുഫ് ലി വഅഖ്ലിഫ് ലി ഖൈറം മിൻഹാ. ഇത് ഉമ്മു സലമ പ്രാർത്ഥിച്ചു എന്നാണ്. എന്നിട്ട് ഉമ്മു സലമ ചോദിച്ചു എന്നാണ്, എനിക്കെൻ്റെ അബൂ സലമയെക്കാളും നല്ല മനുഷ്യനെ എവിടെ കിട്ടും എന്ന് ചോദിച്ചു എന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ, ദിവസങ്ങൾക്ക് ശേഷം, ഉമ്മു സലമയുടെ അടുക്കലേക്ക് പ്രവാചകനൊരു ദൂതനെ പറഞ്ഞയക്കുകയാണ്, കല്യാണം ആലോചിച്ചുകൊണ്ട്. അങ്ങനെ ഉമ്മു സലമ പ്രവാചകനോട് പറഞ്ഞ വാക്കുകൾ എന്താണെന്നറിയോ? പ്രവാചകരെ, ഞാൻ ആരാണ്? എനിക്കൊരു കുട്ടിയുണ്ട്. എങ്ങനെയാണ് ഞാൻ താങ്കളോടൊപ്പം വരിക? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്തായിരുന്നു അറിയോ? രണ്ടാമത്തെ പറഞ്ഞത്, ഞാനൊരു സ്ത്രീയാണ് നബിയെ. സ്ത്രീ എന്ന നിലയ്ക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ചില പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. ഞാൻ എങ്ങനെയാണ് നബിയെ നബിയുടെ ഭാര്യയാകുക? നബിയെ, ഞാൻ ആരാണ്? ഞാനിപ്പോൾ വന്ധ്യയാണ്, ഞാനിനി പ്രസവിക്കൊന്നുമില്ല. എങ്ങനെയാണ് നബിയെ നബിക്ക് എന്നെ പറ്റുക? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നീ ഒരു പെണ്ണെന്ന നിലക്ക് അതൊക്കെ ഓർത്തില്ലേ ഉമ്മു സലമ? ഓരോന്നും നീ ഓർത്തു. അതായത് ഓരോ കുറവുകളും അവൾ എന്ത് ചെയ്തു? ആ സമയത്ത് ഓർത്തു. ഞാൻ എങ്ങനെ നബിയുടെ ഭാര്യയാകും? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമക്കും ഉമ്മു സലമയുടെ മകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഉമ്മു സലമക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഉമ്മു സലമയെ റബ്ബേ നീ എന്താക്കണം? അവളുടെ ആ വന്ധ്യതയെ നീ മാറ്റണം. ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
അങ്ങനെ ഉമ്മു സലമ അനുവാദം കൊടുത്തു, പ്രവാചകൻ കല്യാണം കഴിച്ചു. അബൂ സലമയെക്കാളും വലിയൊരു നല്ല മനുഷ്യനെ എവിടെ കിട്ടുമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഖൈറുൽ ബഷർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുനിയാവിൽ അള്ളാഹ് പടച്ച പടപ്പുകൾ ഏറ്റവും അഷ്റഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ പ്രാർത്ഥന കൊണ്ട് അള്ളാഹ് എന്ത് ചെയ്തു? ഉമ്മു സലമക്ക് പകരം കൊടുത്തു. നോക്കൂ നിങ്ങൾ, ഇതിനോളം വലിയൊരു ഉദാഹരണം വേറെ ഇല്ല. കാരണം എന്താ? നഷ്ടപ്പെട്ടതിന് ഉമ്മു സലമക്ക് പ്രതിഫലവും കിട്ടി. അബൂ സലമയേക്കാൾ നല്ല മനുഷ്യനെ അള്ളാഹ് എന്ത് ചെയ്തു? ദുനിയാവിൽ വെച്ച് കൊടുത്തു. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഉമ്മമാരെന്ന ദറജയിലേക്കാണ് ആരെത്തിയത്? ഉമ്മു സലമ എത്തിയത്. ചെറിയ കാര്യമല്ല. അപ്പോൾ പ്രവാചകന്റെ ഭാര്യയാകുക എന്നതിനപ്പുറം ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഉമ്മമാർ എന്ന ദറജയിലേക്ക് എത്തി. അത് വലിയൊരു അംഗീകാരമാണ്. ഇനി നോക്കൂ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മറ്റൊരു ചരിത്രം ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അതായത് ഒരു കുട്ടി ചെറിയ പ്രായത്തിലെ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട കുട്ടിയുടെ മാതാപിതാക്കൾ എന്തു പറഞ്ഞു എന്ന് മലക്കുകളോട് ചോദിക്കുമെന്നാണ്. എന്തു പറഞ്ഞു എന്ന് ചോദിക്കും. നമുക്കത് കാണാൻ കഴിയും. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീറിൽ ആ ചരിത്രം എന്ത് ചെയ്യുന്നുണ്ട്? ഉദ്ധരിക്കുന്നുണ്ട്. അതായത് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ മലക്കുകൾ തിരിച്ചെത്തും ചെറിയ കുട്ടിയുടെ റൂഹിനെ പിടിച്ചിട്ട്. അപ്പോൾ അള്ളാഹു ചോദിക്കും, നിങ്ങൾ എൻ്റെ അടിമയുടെ സമറത്തിനെ നിങ്ങൾ പറിച്ചുവോ? സമറത്തിനെ നിങ്ങൾ പറിച്ചുവോ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സമറാത്തിന് പണ്ഡിതന്മാർ ഔലാദെന്നും അർത്ഥം കൊടുക്കാനുള്ള കാരണം എന്താണ്? അള്ളാഹു ആകാശ ലോകത്ത് വെച്ചുകൊണ്ട് മലക്കുകളോട് ചോദിക്കും, ഖബൽത വലദ അബ്ദി, എൻ്റെ അടിമയുടെ കുട്ടിയെ നിങ്ങൾ പിടിച്ചുവോ? നഅം, ഞങ്ങൾ പിടിച്ചു റബ്ബേ. ഖബൽത ഖുർറത ഐനിഹി, അവൻ്റെ കണ്ണിൻ്റെ കുളിർമയെ നിങ്ങൾ പിടിച്ചുവോ? പിടിച്ചു റബ്ബേ. വസമറത ഫുആദിഹി, അവൻ്റെ ഹൃദയത്തിലെ കായ്ക്കനികളെ നിങ്ങൾ പിടിച്ചുവോ? ഹൃദയത്തിലെ ഫ്രൂട്ട്സിനെ നിങ്ങൾ പറിച്ചെടുത്തോ എന്നാണ് മലക്കുകളോട് ചോദിക്കുന്നത്. വല്ലാത്ത ചോദ്യമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ മറ്റേ വനഖ്സിമിനൽ അംവാലി വൽ അൻഫുസി വസമറാത്ത് എന്ന് പറഞ്ഞെടുത്ത് ഒരു വിഭാഗം പണ്ഡിതന്മാർ എന്തർത്ഥം കൊടുത്തത്? സമറാത്തിന് ഔലാദ്. ഈ ഹദീസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ മലക്കുകൾ പറയും, റബ്ബേ ഞങ്ങൾ നഅം, ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഇത് ആരുടെ അനുമതി പ്രകാരമാണ് അവർ പിടിച്ചത്? അള്ളാൻ്റെ അനുമതി പ്രകാരം. പക്ഷെ അള്ളാഹ് എന്തിനാണ് ഇതൊക്കെ ചോദിച്ചെന്നറിയോ? അവിടെ വെച്ച് അള്ളാൻ്റെ അടുത്തൊരു ചോദ്യമുണ്ട്, മാ ഖാല അബ്ദി, ആ സമയത്തിൻ്റെ അടിമ എന്താണ് പറഞ്ഞത്? വല്ലാത്തൊരു ചോദ്യം. അതായത് അള്ളാഹ് പരീക്ഷിച്ചു, ശക്തമായി പരീക്ഷിച്ചു. കണ്ണിൻ്റെ കുളിർമയായ കുട്ടികളെ താലോലിച്ച് ലാളിച്ച് വളർത്തി ആഗ്രഹങ്ങൾ തീരുന്നതിന് മുൻപേ ആ കുട്ടിയെ പറിച്ചെടുക്കുമ്പോൾ ആ അടിമ എന്നെപ്പറ്റി എന്തു പറഞ്ഞു? സുബ്ഹാനല്ലാഹ്. അള്ളാഹ് അത് കേൾക്കാത്തത് കൊണ്ടാണോ? അള്ളാഹ് കേൾക്കാത്തത് കൊണ്ടാണോ? അള്ളാഹ് കേട്ടിട്ടുണ്ട്. പക്ഷെ മലക്കുകളുടെ നാവിലൂടെ അത് അറിയണം. മലക്കുകൾ അത്ഭുതത്തോടെ പറയാണ്, റബ്ബേ ഹമിദക് വസ്തർജ, നിന്നെ സ്തുതിച്ചു റബ്ബേ, വസ്തർജ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. കുട്ടി മരിച്ചപ്പോൾ ആ മാതാപിതാക്കൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അത് മലക്കുകളുടെ നാവിലൂടെ വന്നപ്പോൾ മലക്കുകൾ അത്ഭുതത്തോടെയാണ് പറയുക. അപ്പോൾ അള്ളാഹ് എന്താ തിരിച്ചു കൊടുക്കണ മറുപടി എന്തെന്നറിയോ? അള്ളാഹ് തിരിച്ച് അവരോട് പറയും, ഇബ്നു ലഹു ബൈതൻ ഫിൽ ജന്ന, എങ്കിൽ അവർക്ക് സ്വർഗത്തിലൊരു വീട് പണിത് കൊടുക്കൂ. വസമ്മൂഹു ബൈത്തുൽ ഹംദ്, അവർക്ക് ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേര് വെക്കണം. ബൈത്തുൽ ഹംദ്. കാരണം എന്താ? അങ്ങേയറ്റം പരീക്ഷിച്ച സമയത്തും അവരെന്ത് ചെയ്തു? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. നോക്കൂ, ഒരു കുട്ടി മരണപ്പെട്ട സമയം, നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെടുന്ന സമയം, നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവർ മരണപ്പെടുന്ന സമയം, നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ആളുകൾ എന്താ പറയുക? ഇത് എന്താടാ, ഒരാൾ മരിച്ചപ്പോൾ അൽഹംദുലില്ലേ എന്ന് ചോദിക്കും, അല്ലേ? എന്നാൽ ഒരു വിശ്വാസിയുടെ ഏറ്റവും പറയേണ്ട ശരിയായ വാക്കെന്താണ്? അൽഹംദുലില്ലാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ പറഞ്ഞ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗത്തിലൊരു വീട് പണിത് കൊടുക്കാൻ പറയുകയാണ്. എന്നിട്ട് അവർക്ക് വേണ്ടി ആ വീടിനെ അള്ളാഹ് റിസർവ് ചെയ്ത് വെക്കുകയാണ്, ബൈത്തുൽ ഹംദ്. ആർക്ക് വേണ്ടിയാണ്? ചെറിയ കുട്ടികൾ മരണപ്പെട്ട മാതാപിതാക്കൾ നാളെ സ്വർഗത്തിലെത്തുമ്പോൾ അള്ളാഹു അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുമെന്നാണ്. നോക്കൂ, കഴിഞ്ഞില്ല.
ഇനി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നതിനെ മഹാനായ സഈദ് ഇബ്നു ജുബൈർ ആരാണ്? താബിഈയാണ്. സ്വഹാബാക്കളോടൊപ്പം ജീവിച്ച പണ്ഡിതനാണ് സഈദ് ഇബ്നു ജുബൈർ. താബിഈങ്ങളിലെ മുഫസ്സിറുകളിൽ ഏറ്റവും പ്രഗത്ഭനാണ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വാക്ക്, ആ വാചകം എന്താണ്? മഹാനായ ഇബ്നുൽ ജൗസി തൻ്റെ തഫ്സീർ രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ ഉമ്മത്തിന് ലഖദ് ഉഅതിയത് ഹാദിഹിൽ ഉമ്മ ഇൻദൽ മുസീബത്തി ഷൈഅൻ, ഈ ഉമ്മത്തിന് അവർക്കൊരു പ്രയാസം ബാധിച്ചാൽ അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ഒരു കാര്യം. ലം യുഅതഹുൽ അംബിയാഉ ഖബ്ലഹും, അവർക്ക് മുമ്പുള്ള ഒരു അംബിയാക്കന്മാർക്കും അവരുടെ ഉമ്മത്തിനും നൽകാത്ത ഒരു കാര്യം അവർക്ക് മുസീബത്ത് ബാധിച്ചാൽ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതേതാണ് വാക്ക്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുകയാണ്. എന്താണത്? അലം തസ്മഅ ഇലാ ഖൗലിഹി, നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ യഅ്കൂബ് നബിയുടെ പ്രാർത്ഥന, യാ അസഫാ അലാ യൂസുഫ്. യഅ്കൂബ് നബി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നല്ല അവിടെ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? യാ അസഫ, എൻ്റെ ദുഃഖമേ, എൻ്റെ വേദനയെ, അലാ യൂസുഫ്, യൂസുഫിൻ്റെ വിഷയത്തിൽ എൻ്റെ വേദന വല്ലാത്ത വേദനയാണ്, വല്ലാത്ത വിഷമമാണ് എന്നാണ് യഅ്കൂബ് നബി പോലും പറഞ്ഞത്. അപ്പം മുൻകഴിഞ്ഞ ഒരു പ്രവാചകന്മാർക്കും അവരുടെ സമൂഹത്തിനും നൽകാത്ത ഒന്ന് ഈ ഉമ്മത്തിന്, മുസ്ലിം ഉമ്മത്തിന്, പ്രവാചകൻ്റെ ഉമ്മത്തിന് അവർക്ക് വിഷമം ബാധിക്കുമ്പോൾ പറയാൻ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? നൽകിയിട്ടുണ്ട്. അപ്പം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ ഗിഫ്റ്റാണെന്ത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് സമാധാനിക്കാനുള്ളതാണ്. ഇത് നമുക്ക് നമ്മുടെ മനസ്സിനെ സമാധാനപ്പെടുത്താനുള്ള വാക്കാണെന്നാണ്. യഅ്കൂബ് നബി പോലും വിഷമം പറയുമായിരുന്നു, യാ അസഫ അല യൂസുഫ്, യൂസുഫിൻ്റെ പേരിലുള്ള എൻ്റെ ദുഃഖം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി നോക്കൂ, നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ഉലായിക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം. അവിടെ സ്വലവാത്ത് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു മഗ്ഫിറത്ത്. ഉലായിക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് അവർക്ക് എന്തുണ്ട്? സ്വലവാത്തുണ്ട്. എന്താണ് സ്വലവാത്ത് എന്ന് പറഞ്ഞാൽ? മഗ്ഫിറ, പാപമോചനം ലഭിക്കുന്നതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അസ്സനാ, അള്ളാഹു അവരെ പുകഴ്ത്തി പറയുമെന്നാണ്. അള്ളാഹു അവരെന്ത് ചെയ്യും? പുകഴ്ത്തി പറയും. ഏതുപോലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലും. അപ്പോൾ അവിടെ സ്വലാത്ത് എന്ന് പണ്ഡിതന്മാർ അർത്ഥം കൊടുത്തത് എന്താണ്? അള്ളാഹു 10 നന്മകൾ നൽകുമെന്നും ആ വ്യക്തിയെപ്പറ്റി അള്ളാഹ് എന്ത് ചെയ്യും? നല്ലത് പറയുമെന്നാണ് മലക്കുകളുടെ മുന്നിൽ വെച്ച്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു സ്വലവാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സനാ, പുകഴ്ത്തി പറയലാണ്, അവനെ പുകഴ്ത്തലാണ്. അതോടൊപ്പം തന്നെ മഗ്ഫിറത്തും. ഇനി മിർ റബ്ബിഹിം വറഹ്മ, തൻ്റെ റബ്ബിൻ്റെ അടുക്കൽ, തങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് എന്തുകൂടി കിട്ടും? റഹ്മത്ത്, അള്ളാൻ്റെ കാരുണ്യം ലഭിക്കുന്നതാണ്. പിന്നെയോ വ ഉലായിക ഹുമുൽ മുഹ്തദൂൻ. എങ്ങനെയാണ് അവർക്ക് ഹിദായത്ത് കിട്ടുന്നത്? ബിൽ ഇസ്തിർജാ, അവർ ഹിദായത്തിലേക്ക് എത്തുന്നത് ഇസ്തിർജാ കൊണ്ടാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ആ സമയത്ത് അള്ളാഹുവിൽ വിശ്വസിച്ചു പറയുന്ന ഒരാൾക്കാണ് അള്ളാഹു എന്തു കൊടുക്കുക? സന്മാർഗം കൊടുക്കുക. അപ്പം നമ്മൾ അള്ളാഹ് പരീക്ഷിക്കുന്ന സമയത്ത് ശരിയായ വഴിയിലേക്ക് എത്താനുള്ള മാർഗം എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയലാണ്. സഹോദരങ്ങൾ, നമുക്ക് പരീക്ഷണങ്ങളുണ്ടാകും. നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കൂ. ഒരുപാട് ആളുകൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ഏറ്റവും നല്ല ഉദാഹരണമായി ആ പരീക്ഷണങ്ങളിൽ നമുക്കെടുത്ത് നോക്കാൻ കഴിയുന്നത് പ്രവാചകൻ്റെ ജീവിതമാണ്. കാരണം എന്താ? മക്കൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് ആശ്വസിക്കാൻ കഴിയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 3 ആൺമക്കളാണ്, അബ്ദുള്ളയും ഇബ്രാഹിമും ഖാസിമും, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൽ പ്രവാചകൻ്റെ 2 മക്കൾ എന്ത് ചെയ്തു? ആൺമക്കൾ മരണപ്പെട്ടു. ഖദീജയിലാണ് ഖാസിമും അബ്ദുള്ളയും ഉണ്ടായത്. അവർ മുലകുടിപ്രായം കഴിയുന്നതിന് മുമ്പേ, 2 വയസ്സ് തികയുന്നതിന് മുമ്പേ ഖാസിമും മരിച്ചു, അബ്ദുള്ളയും മരിച്ചു. പ്രവാചകൻ ആൺമക്കളില്ല. ജനങ്ങളൊക്കെ പ്രവാചകനെ കളിയാക്കി.
വാലറ്റുപോയവനെന്ന് പ്രവാചകൻ എന്ത് ചെയ്തു? പരിഹസിച്ചു. അപ്പോഴാണ് സൂറത്തുൽ കൗസർ അവതരിച്ചത്. പ്രവാചകന്റെ അയൽവാസി അബൂലഹബ് മക്കയിൽ സന്തോഷവാർത്തയായി കൊണ്ടു നടന്നു എന്നാണ്. പ്രവാചകന്റെ ആൺമക്കൾ മരണപ്പെട്ടപ്പോൾ പ്രവാചകന് എത്ര ദുഃഖമുണ്ടാകും. പ്രവാചകൻ മദീനയിലെത്തി. മാരിയത്തുൽ ഖിബ്തി എന്ന പ്രവാചകന് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് മാരിയത്തുൽ ഖിബ്തി. മുഖൗക്കിസ് രാജാവ് കൊടുത്തയച്ചൊരു അടിമ സ്ത്രീയാണ്. ആ അടിമ സ്ത്രീയിൽ പ്രവാചകൻ എന്തുണ്ടായി? ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടിയുണ്ടായി. ഇബ്രാഹിം എന്ന കുട്ടി 2 വയസ്സ് തികയുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയി. ഇബ്രാഹിമിൻ്റെ മരണത്തിൽ പ്രവാചകൻ അങ്ങേറ്റം ദുഃഖിച്ചു വന്നാണ്. പ്രവാചകന്റെ കരച്ചിൽ കണ്ട് സ്വഹാബികൾ നബിയിലെടുക്ക വന്ന് ചോദിച്ചു എന്നാണ്, റസൂലേ താങ്കളൊരു പ്രവാചകരല്ലയോ? വല്ലാത്ത ചോദ്യമാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താണ്? എൻ്റെ കണ്ണുകൾ നനയും, എൻ്റെ ചുണ്ടുകൾ വിതുമ്പും, അല്ലാഹ് ഇഷ്ടപ്പെടാത്തൊരു വാക്ക് ഞാൻ എന്ത് ചെയ്യൂല, പറയൂല. അപ്പം 3 ആൺമക്കളും 2 വയസ്സ് തികയുന്നതിന് മുമ്പേ മരണപ്പെട്ടു പോയി. ചെറിയ കുട്ടികൾ മരണപ്പെട്ടവർക്ക് ഓർക്കാൻ കഴിയുന്നത് ആരെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കഴിഞ്ഞില്ല. പ്രവാചകൻ മരിക്കുന്നതിന് മുമ്പ് പ്രവാചകന്റെ മകൾ റുഖിയ ആദ്യം മരണപ്പെട്ടു, സൈനബ് മരണപ്പെട്ടു, അതേപോലെ ഉമ്മു കുൽസും മരണപ്പെട്ടു. പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകന്റെ 7 മക്കളിൽ ഒരാൾ മാത്രമാണ്. ആരാണത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. പ്രവാചകൻ മരണപ്പെട്ട 6 മാസം കഴിഞ്ഞപ്പോൾ ഫാത്തിമ എന്ത് ചെയ്തു? മരണപ്പെട്ടു. നോക്കൂ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ പ്രബോധന കാലഘട്ടത്തിൽ പ്രവാചകൻ പരീക്ഷിക്കപ്പെട്ട ഒരു പരീക്ഷണാണ് വനഖ്സിം മിനൽ അൻഫുസ്. അപ്പം ആ വിഷയത്തിൽ നമുക്ക് ആരിലേക്ക് നോക്കിയാൽ സമാധാനം കിട്ടും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലേക്ക് നോക്കിയാൽ സമാധാനം കിട്ടും. പ്രവാചകനെയും അള്ളാഹു ഖൗഫ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഭയപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകനെയും സഹാബികളെയും അള്ളാഹു പട്ടിണി കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഭയപ്പെടുത്തിയിട്ടുണ്ട്. ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന അക്രമങ്ങൾ ഓർത്ത് സഹാബത്ത് ഭയപ്പെട്ടിട്ടുണ്ട്. സൗർ ഗുഹയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമായിരിക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മനസ്സിൽ എന്തിട്ട് കൊടുത്തു? അല്ലാഹ് ഭയട്ട് കൊടുത്തു. ആരാ സമാധാനിപ്പിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ബദറിന്റെ തലേന്ന് എല്ലാവരും ഉറങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ പ്രവാചകന്റെ പേടിയും വിഷമവും എന്തായിരുന്നു? നാളത്തെ ദിവസം റബ്ബേ എന്താകും? വല്ലാത്ത പേടിയായിരുന്നു, വല്ലാത്ത വിഷമുണ്ട്. അപ്പോൾ പ്രവാചകനെ ആശ്വസിപ്പിച്ചതാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? ആശ്വസിപ്പിച്ചു, സമാധാനിപ്പിച്ചു. ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. ഒരാൾ പരീക്ഷിക്കപ്പെട്ടാൽ മറ്റൊരാൾ എന്ത് ചെയ്യണം? സമാധാനിപ്പിക്കണം. ആ സമാധാനിപ്പിച്ച ആൾ പരീക്ഷിക്കപ്പെട്ടാലോ നമ്മൾ അങ്ങോട്ട് തിരിച്ചെന്ത് ചെയ്യണം? അയാളെ സമാധാനിപ്പിക്കണം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പരീക്ഷിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. മഹാൻ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുകയാണ്, അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നത് വലനബുലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീൻ. നിങ്ങളിൽ ആരാണ് ക്ഷമിക്കുന്നവരെന്നും അങ്ങേയറ്റം ത്യാഗം സഹിക്കുന്നവരെന്നും നോക്കാൻ അള്ളാഹു നിങ്ങൾ എന്തു ചെയ്യും? പരീക്ഷിക്കും. എന്നിട്ട് ആ ആയത്തിൻ്റെ പിന്നെ അടുത്ത വാചകം എന്താണെന്നറിയോ? വനബുലുവ അഖ്ബാറക്കും, നിങ്ങളുടെ വർത്തമാനങ്ങൾ എന്താണെന്നുള്ള എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യും. പരീക്ഷിച്ചതിന് ശേഷം നമ്മൾ എന്ത് പറഞ്ഞു, നമ്മുടെ പരീക്ഷണത്തെപ്പറ്റി നമ്മൾ എന്താ പറയുക എന്ന് അള്ളാഹ് എന്ത് ചെയ്യുമെന്ന്? പരീക്ഷിക്കുമെന്ന്. അപ്പം പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ പൊറുതികേട് എന്ത് ചെയ്യരുത്? കാണിക്കരുത്. ചില ആളുകൾക്ക് അങ്ങനെയാണ്. പരീക്ഷണം വരുമ്പോൾ അവരെന്താ വിളിച്ചു പറയുന്നതെന്ന് അവർക്ക് തന്നെ എന്ത് ചെയ്യൂല? അറിയൂല. എല്ലാം കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ ആ പരീക്ഷണത്തിൻ്റെ തുടക്കത്തിലാണ് എന്തു വേണ്ടത്? ക്ഷമ വേണ്ടത്. അസ്സബ്റു ഇൻദ സ്വദമത്തിൽ ഊല. ആദ്യഘട്ടത്തിൽ ക്ഷമയുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞത് ആരോടാണെന്നറിയോ? കുട്ടി മരണപ്പെട്ട് ഖബറിൻ്റെ അരികിലിരുന്ന് കരഞ്ഞ ഒരു ഉമ്മയോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മക്ബറയുടെ അടുക്കലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു ഉമ്മ ഇരുന്ന് കരയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആശ്വസിപ്പിച്ചു. അപ്പോൾ ആ ഉമ്മ റസൂലാണെന്ന് തിരിച്ചറിയാതെ എന്തു പറഞ്ഞു? എൻ്റെ വിഷമം നിങ്ങൾക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ വിഷമം
നിങ്ങൾക്കറിയില്ലല്ലോ. പിന്നെ ഇത് പറഞ്ഞതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആരാണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്ത്രീ ഓടി പ്രവാചകൻ്റെ അടുക്കലേക്ക് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ മാപ്പാക്കണം, ഞാൻ എൻ്റെ വിഷമത്തിൽ പറഞ്ഞു പോയതാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറഞ്ഞതാണ് എന്ത്? ഇന്ന സ്വബറ അസ്വബറു ഐൻദ സ്വദമത്തിൽ ഊല. നിങ്ങളുടെ പരീക്ഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തുണ്ടാകണം? ക്ഷമ ഉണ്ടാകണം. അതാണ് വനബുലു അഖ്ബാറക്കും. അല്ല നിങ്ങളെ പരീക്ഷിക്കുമ്പോൾ നിങ്ങൾ ആ പരീക്ഷണത്തിൻ്റെ സമയത്ത് എന്ത് വർത്താനം പറഞ്ഞു എന്ന് അല്ല എന്ത് ചെയ്യും? അള്ളാഹു ടെസ്റ്റ് ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് തൃപ്തികരമായ വാക്കുകൾ പറയാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അള്ളാഹിൻ്റെ പരീക്ഷണങ്ങളാണെന്ന് തിരിച്ചറിയാനും നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും അള്ളാഹു നൽകിയ പരീക്ഷണത്തിൽ ക്ഷമിച്ച് ഇസ്തിർജാ തേടാനും നമുക്ക് കഴിയണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയോട് ആ ഒരു പരീക്ഷണത്തെ തൊട്ട് പ്രതിഫലം ചോദിക്കാനും അതിനേക്കാൾ നല്ലതിനെ നൽകാനും ഉമ്മു സലമ പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാനും കഴിയണം. റളിയല്ലാഹു അൻഹ. അല്ലാഹുമ്മ അജുർനി, അല്ലെങ്കിൽ അല്ലാഹുമ്മ അജുർനി ഫീ മുസീബത്തി വ അഖ്ലിഫ് ലി ഖൈറം മിൻഹ. ആ പ്രാർത്ഥന ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. കാരണം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പ്രാർത്ഥന കൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് ആശ്വസിക്കാനും സമാധാനിക്കാനും കഴിയണം.